ഒരു രണ്ട് നോട്ടുകൾ ആദ്യം ഒന്ന് എഴുതണം. രണ്ട് നോട്ടുകൾ ആദ്യം ഒന്ന് എഴുതണം. പുസ്തകത്തിലെ പേജ് നമ്പർ 29 കണ്ടോ? 29 29 കണ്ടോ? 29 കണ്ടോ? അവിടെ ആദ്യം ഒരു മഞ്ഞ ബോക്സ് കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചാട്ടെ. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സംഭവം നടക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. വായിച്ചാട്ടെ. If one position is increased and another position is decreased by the same amount, the sum of the terms at these positions do not change. ഒന്ന് മനസ്സിലായോ? ഇല്ല. ആദ്യം നോട്ട് എഴുതും. ഒരു എക്സാമ്പിളോടെ ഞാൻ വിശദീകരിച്ചു തരാം. എഴുതിയാട്ടെ. ക്വസ്റ്റ്യൻ വിളിക്കട്ടെ. ഈ രണ്ട് നോട്ട് എഴുതിയതിനു ശേഷം അതിന്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. നോട്ട് 1 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പേജ് നമ്പർ 29 എഴുതിയിട്ട് വേണം നോട്ട് എഴുതാൻ. അപ്പൊ നിങ്ങള് ഒന്നാമത്തെ നോട്ട് ഒന്ന് വായിച്ചേ. എന്തോ ഫസ്റ്റ് നോട്ട് എഴുതി വെച്ചേക്കുന്നേ? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ സംഭവം നടക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. ഇഫ് വൺ പൊസിഷൻ ഈസ് increased and another position is decreased by the same amount. അണ്ടർലൈൻ ചെയ്യുക. സെയിം എമൗണ്ട് എന്നുള്ള വാക്ക്, സെയിം എമൗണ്ട് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുക. The sum of the terms at these positions do not change. ഓക്കെ. ഞാൻ ബോർഡിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ടേക്കുന്നുണ്ടോ? എഴുതുക. നോട്ട് 1 എക്സാമ്പിൾ എഴുതുക. നോട്ട് 1 എക്സാമ്പിൾ. നോട്ട് 1 എക്സാമ്പിൾ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. അതിനിടയിലോട്ട് നോട്ട് 1 എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്? 2 5 8 11 14 17 20. ഓക്കെ. ആദ്യം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 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 എത്ര വെച്ച് കൂടി കൂടി പോകുന്നു? 3 വെച്ച്. ഇന്നത് പേനകത്ത് വെച്ച് നല്ല എഴുതിക്കോ. സെക്കൻഡ് ടേം ഈക്വൽ. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ ടേം എത്രയാണ്? 5. അടുത്തത് സിക്സ്ത് ടേം ഈക്വൽ. ആറാമത്തെ ടേം എത്രയാണ്? 1 2 3 4 5. ആറാമത്തെ ടേം എത്ര? 17. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള സം ഒന്ന് കണ്ടുപിടിക്കണം. സം എത്ര വരും? 5 പ്ലസ് 17 ഈസ് ഈക്വൽ ടു 20. ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. ഇനി അവിടെ ഒരു വാക്ക്, ഒരു ഇൻക്രീസും ഒരു ഡിക്രീസും പിന്നെ ഒരു സെയിം എമൗണ്ടും എന്നൊരു വാക്ക് പറയുന്നില്ലേ? ഏതൊക്കെ വാക്ക്? ഒരു ഇൻക്രീസ് ഉണ്ട്, ഒരു ഡിക്രീസ് ഉണ്ട്, സെയിം എമൗണ്ട്. അപ്പൊ ഞാൻ ഈ പൊസിഷൻ സെക്കൻഡ് എന്നുള്ളത് 1 ഇൻക്രീസ് ചെയ്ത് മുന്നോട്ടാക്കുന്നു. അപ്പൊ ഏത് പൊസിഷനായി? സെക്കൻഡ് ടേം എന്നുള്ളത് ഒരു പൊസിഷൻ ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോ എഴുതുക. തേർഡ് ടേം ഈക്വൽ എത്രയാണ്? തേർഡ് ടേം എത്ര? 8. ഓക്കെ. അപ്പോ രണ്ടാമത്തെ ടേം ഒന്നുകൂടി മൂന്നാമത്തെ ടേമിലെത്തി. അപ്പൊ ഇനി അപ്പുറത്ത് എന്തോ എനിക്ക് സംഭവിക്കേണ്ടത്? ഒരു ടേം പുറകോട്ട് കുറയണം. നേരത്തെ എത്ര എടുത്തേക്കുന്നത്? 6. ഒരു ടേം കുറയുമ്പോ 5. അപ്പൊ എഴുതുക ഫിഫ്ത് ടേം. ഫിഫ്ത് ടേം ഈക്വൽ ഫിഫ്ത് ടേം ഈക്വൽ 14. ഓക്കെ ആണോ?
ഇവരുടെ സമ്മ കണ്ടുപിടിക്കുന്നു. സം ഈക്വൽ സം ഈക്വൽ 8+14 ഈസ് ഈക്വൽ ടു 1 എഴുതാനാ എഴുതി. ഒരെണ്ണം കൂടെ എഴുതി നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് പറയാം. അപ്പോ സെക്കൻഡ് ഇവിടെ വന്നപ്പോ തേർഡായി, ഒരു പൊസിഷനോടെ മുന്നോട്ട് കയറും, ഫോർത്ത്. അപ്പൊ എഴുതുക ഫോർത്ത് ടേം. എത്രയാണ് ഫോർത്ത് ടേം? ഇത് വേണ്ടുന്നില്ല 11. അപ്പൊ അങ്ങേ അറ്റത്തുനിന്ന് ഒരു പൊസിഷൻ പുറകോട്ട് ഇറങ്ങണം. അപ്പോ ഇവിടെ നേരത്തെ 6 ആയിരുന്നു, ഇത് 5 ആയി. അപ്പൊ ഇനി അടുത്തത് എത്ര? അയ്യോ 2 4 2 3 4 തിരിച്ച് പുറകോട്ട് ഇറങ്ങി വരുമ്പോഴും 6 5 4 സെയിം പൊസിഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എടുത്തത് വേണ്ട, അല്ല രണ്ടാമത് എടുത്താലും കുഴപ്പമില്ല. ഫോർത്ത് ടൈം പ്ലസ് ഫോർത്ത് ടൈം എന്ന് തന്നെ എഴുതേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അത് കൺഫ്യൂഷൻ വരുന്നുണ്ടത് വേണ്ട, അതോടെ കേട്ടെ. ഇതെത്ര സമ്മ? 22. ഇതെത്ര സമ്മ? 22. എന്തേലും പ്രത്യേകത? സെയിം ആണ്. ഇനി നോട്ടൊന്നുകൂടെ വായിച്ചേ. In an arithmetic sequence, if one position is increased, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ സെക്കൻഡ് എന്നുള്ളത് ഒരു പൊസിഷൻ ഇൻക്രീസ് ചെയ്ത് എവിടെ വന്നു? തേർഡിൽ വന്നു. അടുത്തത് and another position is decreased by the same amount. 6 എന്നുള്ള പൊസിഷൻ ഒന്ന് കുറഞ്ഞ് എത്രയായി മാറി? 5 ആയിട്ട് മാറി. ബാക്കി വെച്ചാട്ടെ. The sum of the terms at these position, ഈ രണ്ട് പൊസിഷനിലുമുള്ള ടേമുകളുടെ സമ്മ ഡു നോട്ട് ചേഞ്ച്, എന്ത് ചെയ്യുന്നില്ല? ആദ്യത്തേനകത്തിലെ സമ്മും 22 ആയിരുന്നു, രണ്ടാമത്തേനകത്തിലെ സമ്മും എത്ര ആയിരുന്നു? 22 ആയിരുന്നു. ഒന്നുകൂടെ നിർവഹിച്ചേ. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, if one position is increased and another position is decreased by the same amount. ആ വാക്ക് മാറരുത്. 2 എന്നുള്ളത് 3 ആകുകയാണെങ്കിൽ 6 എന്നുള്ളത് എത്ര തന്നെ ആകണം? 5. ഒരു പൊസിഷൻ കൂടുമ്പോ അപ്പുറത്തൊരു പൊസിഷൻ കുറയണം. വേറെ വാക്കോട് എഴുതി വെച്ചേക്കുന്നുണ്ടോ? ബൈ ദി സെയിം എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ദ സം ഓഫ് ദ ടേംസ് അറ്റ് ദീസ് പൊസിഷൻസ് ഡു നോട്ട് ചേഞ്ച്. ഒന്നാമത്തെ നോട്ടും അതിന്റെ എക്സാമ്പിൾ ഇവിടെ കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. നോട്ട് ടു എക്സാമ്പിൾ. നോട്ട് ടു എക്സാമ്പിൾ. തടേ 1 3 5 7 9 11 13 15 17 19 എഴുതുക. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. Consider the arithmetic sequence. Consider the arithmetic sequence. രണ്ട് ബോർഡ് കിടക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. ഏത് അരിത്തമെറ്റിക് സീക്വൻസ്? ഏതാരിത്തമെറ്റിക് സീക്വൻസ്? ഏതാരിത്തമെറ്റിക് സീക്വൻസ്? 1 3 5 7 9 11 13 15 17 19. ഓക്കെ. ഇനി ഒരല്പസമയത്തേക്ക് പേന അടച്ച് ബുക്കിൽ വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കും. ചിലർക്ക് എങ്ങനെ സംശയം തോന്നിയില്ലേ? ഞാൻ സാധാരണഗതിയിൽ ടേംസ് എഴുതുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് എഴുതുന്നത്. ഇതൊരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ സംശയം തോന്നി? ഇന്ന് ചോദിക്കാൻ ഞാൻ എന്തായാലും സാർ പറയുമല്ലോ, പിന്നെ നമ്മൾ സസ്പെൻസ് ഓട്ടി. ഞാൻ ഇനി പിന്നീടുള്ള ഒരു പാഠത്തിൽ പഠിക്കാനുള്ളൊരു സംഗതിയാണ്. ഞാൻ ഇവരുടെയൊക്കെ പൊസിഷൻ ഒന്ന് ഓൾജിബ്ര ഉപയോഗിച്ചിരുന്നു. എന്ത് ഉപയോഗിച്ചിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ടോ ഓൾജിബ്ര എന്ന്? ഇത് ഓൾജിബ്ര ആൽഫബറ്റ് ഉപയോഗിച്ചെഴുതുന്നതിന് പറയുന്ന പേരാണ് ഓൾജിബ്ര. നമ്മുടെ അടുത്ത 3ാമത്തെ പാഠത്തിൽ ഇതാണ് വിശദമായി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം, അങ്ങനെ 10ാമത്തെ ടേം x10. നമ്മളവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒന്നും
അങ്ങേ അറ്റത്ത് കിടക്കുന്ന 19 കൂടെ ഒന്ന് കൂട്ടുകയാണ്. ആൻസർ റേറ്റിംഗ്. ഈ കൂട്ടിയ ആളുകളെ നിങ്ങളൊന്ന് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതിയാൽ അത് x1 പ്ലസ് x10 അല്ലേ? അതിന്റെ വില എത്ര? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് ഇവിടുന്ന് രണ്ടാമത്, അവിടുന്ന് പുറകിൽ നിന്ന് രണ്ടാമത് പറഞ്ഞാട്ടെ. 3 പ്ലസ് 17 ഈസ് ഈക്വൽ ടു 20. ഓൾജിബ്ര വെച്ച് പറഞ്ഞു. x2 പ്ലസ് x9 അതിന്റെ വില എത്ര? 20. അതിന്റെ വില എത്ര? 20. ഇനി അടുത്ത പറഞ്ഞാട്ടെ. 5 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 20. പറഞ്ഞാട്ടെ. x3 പ്ലസ് x8 ഈസ് ഈക്വൽ ടു അടുത്ത പറഞ്ഞാട്ടെ. 7 പ്ലസ് ഈസ് ഈക്വൽ ടു 20. ഓൾജിബ്ര വെച്ച് പറഞ്ഞാട്ടെ. x4 പ്ലസ് x ഈസ് ഈക്വൽ ടു അടുത്തത് 9 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 20. ഓൾജിബ്ര വെച്ച് പറഞ്ഞാട്ടെ. x5 പ്ലസ് x ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്ന്, സാറിന് വളരെ വൃത്തിയായി ബോർഡിൽ എഴുതാൻ അറിയാം എന്ന് മനസ്സിലായി. അതാണ് മനസ്സിലായത്? അല്ല, പിന്നെന്തോ മനസ്സിലായി? നിങ്ങൾക്ക് ഈ കിട്ടിയ സമ്മെല്ലാം ഒരേ നമ്പർ തന്നെ കിട്ടിയത്. അതങ്ങനെ വെറുതെ കിട്ടിയതല്ല, അതിന്റെ പിന്നിൽ ഒരു മാത്തമാറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തത്, കിട്ടിയത്. ആ മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് നോട്ട് 2-ൽ പറയുന്നത്. ആർക്കെങ്കിലും പറയാമോ മാത്തമാറ്റിക്സ് എന്താണ്? എന്താണ്? മിടുക്കൻ കണ്ടോ. ഇതിനല്ലാതെ വേറെ ഒരു പിള്ളേർക്കും അത്രയും ബുദ്ധി തോന്നുന്നില്ല. തെറ്റാണ് അങ്ങനെ. നമ്മൾ പറയുന്നതിനെ ശരിയോ തെറ്റോ പിന്നത്തെ കാര്യം, പറയാനുള്ള മനസ്സിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഇതിങ്ങനെ കിട്ടിയതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇല്ല. ഒരട്ടെ ചുമ്മാ തലപ്പെട. ഒന്ന് ഇൻക്രീസ് ആയപ്പോ തൊട്ട് മുമ്പേ പിടിച്ച നോട്ടാ. അത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറഞ്ഞ കാര്യമായി. ആ സിമ്പിൾ ഐഡിയ ആണ് നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുള്ള ഐഡിയ. അതെ, നിങ്ങൾ നോക്കിയേ, ഈ പൊസിഷൻ തമ്മിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്തേ. 1 പ്ലസ് 10 എത്ര? 11. ഇവിടെ 2 പ്ലസ് 9 11. ഇവിടെ 3 പ്ലസ് 8 11. അടുത്ത 4 പ്ലസ് 7 11. ഇവിടെ 5 പ്ലസ് 6 11. ഇനി നോട്ടത് വായിച്ചേ നിങ്ങൾ. ഇന്നാണ് അരിത്തമെറ്റിക് സീക്വൻസ്. സംഭവം ഇവിടെ നടക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ, ഏതെങ്കിലും 2 പൊസിഷനുകളുടെ സം എങ്ങനെയാണ് ഈക്വൽ? ഒന്നാമത്തെയും 10ാമത്തെയും പൊസിഷന്റെ സമ്മ 11, രണ്ടാമത്തെയും 9ാമത്തെയും പൊസിഷന്റെ സമ്മ 11, മൂന്നാമത്തെയും 8ാമത്തെയും പൊസിഷന്റെ സമ്മ 11, നാലാമത്തെയും 7ാമത്തെയും പൊസിഷന്റെ സമ്മ 11, അഞ്ചാമത്തെയും 6ാമത്തെയും പൊസിഷന്റെ സമ്മ എങ്ങനെയാണ്? അപ്പൊ ഇവിടെ എല്ലാം പൊസിഷനുകളുടെ സമ്മ എങ്ങനെയാണ്? ഈക്വൽ ആണ്. ബാക്കി വായിച്ചാട്ടെ. ഈസ് ഈക്വൽ ടു ദി സം ഓഫ് അതർ 2 പൊസിഷൻ. 2 പൊസിഷനുകളുടെ സമ്മ മറ്റ് 2 പൊസിഷനുകളുടെ സമ്മിനോട് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ then the sum of the terms at each pair is the, അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേമുകളുടെ സമ്മം എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 പൊസിഷനിലുള്ള പൊസിഷൻസിന്റെ സം ഈക്വൽ ആണ്. അങ്ങനെയുള്ള സം ഈക്വൽ ആയ കുറെ ടേമുകളുടെ പൊസിഷനാണ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനാണെങ്കിൽ ആ പൊസിഷനിലുള്ള
ടേമുകളുടെ സമ്മും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ ആ ടേമിന്റെ പൊസിഷനുകളുടെ സം ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേമുകളുടെ സമ്മും എങ്ങനായിരിക്കും? സിമ്പിൾ ആയി പറഞ്ഞാൽ പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേമിന്റെ സമ്മും എങ്ങനായിരിക്കും? ഈക്വൽ. ഒന്നുകൂടെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസിന്റെ സമ്മും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഇത് എഴുതിയായിരുന്നു? എഴുതിയില്ലായിരുന്നു? എഴുതിയാട്ടെ.